പോരാണ് ഞങ്ങൾ പോരാണ് കാശ്മീര് വിട്ട് പോരാണ് നാട്ടിലേക്ക് പോരാണ് ഞങ്ങൾ പോരാണ് ഞങ്ങൾ പോരാണ് കാശ്മീര് വിട്ട് പോരാണ് നാട്ടിലേക്ക് പോരാണ് ഞങ്ങൾ പോരാണ് ഞങ്ങൾക്ക് പോരില്ല ഞങ്ങൾക്ക് പറ്റൂല കെട്ടിയോനും കുട്ടിയോളും പോരേലുണ്ട് പോരാതെ ഞങ്ങൾക്ക് പറ്റൂല ഞങ്ങൾ പോരാണ് കാശ്മീര് വിട്ട് പോരാണ് നാട്ടിലേക്ക് പോരാണ് ഞങ്ങൾ പോരാണ്. കുറച്ചോനെ ഞാനതിൽ ആലോചിക്കണേ, നിങ്ങൾ കാശ്മീർ പോയിക്കോളിയും വന്നോളി, ഒരു കുഴപ്പമില്ല. ഈ പാട്ടിൻ്റെ ട്യൂൺ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടിയെന്നുള്ളതാണ്. ഞാനിതൊരാളോട് പറഞ്ഞിട്ട് പോലും റബ്ബ്, ആരും പാടാത്ത ട്യൂണ് അല്ലെങ്കിൽ ആരും കേൾക്കാത്ത വരികളാകണമെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. ഞാനൊരു 1, 2, 4, 6, 7, 8, 12 വരിയോട് എഴുതിയിട്ടുണ്ട്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ചോറിന് എങ്ങനെ ഒരു പുറത്ത് കിട്ടില്ല. എന്തായാലും നിങ്ങൾ ഒരുപാട് രസകരമായിട്ടുള്ള നിമിഷങ്ങൾ മനസ്സിൽ ഓർത്തിട്ട് എന്നും ഓർത്തിരിക്കാനും ഒരുപാട് ഓർത്തിച്ചിരിക്കാനുമുള്ള ഒരു യാത്ര ആയിരിക്കും അല്ലേ. ഇന്ത്യൻ്റെ വടക്കേ അറ്റം പോയി വരിക എന്നുള്ളത് ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആഗ്രഹമാണ്. നമ്മൾ റിയാദ് വിട്ടാൽ മലപ്പുറം വിട്ടാൽ റിയാദ്, അതിൻ്റെ ഇടയിലാണ് നിങ്ങളെ അടിച്ച് പൊളിച്ച് വരുന്നത്. പടച്ചോ നിങ്ങൾക്ക് ഇനിയും ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ നല്ല ആരോഗ്യം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പെണ്ണ് എപ്പോഴും പേരൻ്റെ ഉള്ളിൽ ഇരിക്കണം എന്നാണ് ചില ആൾക്കാർ വിചാരം. ചില ഭർത്താക്കന്മാർ ഭാര്യമാർക്ക് പോകാനുള്ള വഴി ഒരുക്കണം, ചില മക്കൾ ഉമ്മമാരെ പറഞ്ഞയക്കണം അല്ലേ. ഏറ്റവും നല്ല ഒരു മെഡിസിൻ തന്നെയാണ് യാത്ര എന്നുള്ളത്. പക്ഷേ എൻ്റെ ചോദ്യം അതല്ലേ, ഞാനിവിടെ ഉണ്ടാക്കിയ പാട്ട് ഞാൻ പാടിത്തരട്ടാ. എന്തൊക്കെ കുറ്റം പറഞ്ഞാലും എന്തൊക്കെ ദുരിതങ്ങൾ തന്നാലും ഒറ്റക്ക് റൂമിൽ കിടന്നാലും റബ്ബേ നാട്ടിൽ നിൽക്കാൻ വയ്യ, 5 പൈസ കയ്യിലില്ല, പോരാണ് റബ്ബേ പോരാണ്, വിമാനം കയറിയിട്ട് പോരാണ്, ഉമ്മാനും ഉപ്പാനും വിട്ടിട്ട് കെട്ടിയോളെ മക്കളും വിട്ടിട്ട് കുട്ടികൾക്ക് മൊത്തം കൊടുത്തിട്ട് കെട്ടിയോളെ ഒറ്റയ്ക്ക് ഇരുത്തിയിട്ട് റബ്ബേ ഞാനിതാ പോന്നിടുന്നു, പോരാണ് റബ്ബേ പോരാണ്. അങ്ങനെയുള്ള വരികളിലെ ഒരു ട്യൂൺ ഞങ്ങൾ പാടുന്നത്. ഇത് എവിടെ നിന്നൊക്കെ കിട്ടിയിട്ടുള്ളത്? ആരെങ്കിലും പറഞ്ഞെന്നോ? ഞാൻ ഇതെങ്ങനെ ഫുള്ള് തീർക്കരുത്?